ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കടച്ചക്ക കൊണ്ടുള്ള ഒരു മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയേക്കാളും ബീഫ് കറിയേക്കാളും ഒക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഉണ്ടാക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു 2 സവോളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് കടച്ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതുപോലെ തന്നെ സവോളയും തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അപ്പം കറി തയ്യാറാക്കാനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഈ സമയത്ത് നമുക്ക് ആ സവോള ഇട്ട് കൊടുക്കാം. സവോളയുടെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നിറമൊക്കെ ഒന്ന് മാറി വരണം, ഒന്ന് മൂത്ത് വരട്ടെ. അതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി പൊടികളാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ ആ തക്കാളിയും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. തക്കാളിയും കൂടെ വഴന്ന് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കുന്നത്. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഞാനൊരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇറച്ചി മസാല ചേർക്കണം. ഇപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. ഇനി ഇറച്ചി മസാലപ്പൊടിയാണ്, അതൊരു 2 ടീസ്പൂൺ പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. പാനിൻ്റെ ചൂടിൽ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അരപ്പ് നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടച്ചക്ക അഥവാ ശീമച്ചക്ക, ഞങ്ങളുടെ നാട്ടിൽ ശീമച്ചക്ക എന്നാണ് പറയുന്നത് കേട്ടോ ഇതിനെ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പെല്ലാം ഈ ചക്കയിലൊന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ കടച്ചക്ക വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആദ്യമേ നമ്മൾ സവോള വഴറ്റാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തു. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ചക്കയൊന്ന് വെന്ത് വരട്ടെ. അരപ്പൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ചക്ക ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ചക്കയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ സ്പൂൺ വെച്ചൊന്ന് അമർത്തി നോക്കിയപ്പോഴേക്കും ചക്കയെല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. നല്ല കുഴഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അരപ്പെല്ലാം അതിനകത്ത് പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. തേങ്ങാപ്പാലും കൂടെ ചേർക്കുമ്പോഴേക്കും ഇതിൻ്റെ ആ സ്വാദുണ്ടല്ലോ ഇരട്ടിയാകും കേട്ടോ. നല്ല അടിപൊളി സ്വാദിലുള്ള ഒരു മസാലക്കറിയാണ് കേട്ടോ. ഇറച്ചിക്കറി പോലും മാറി നിൽക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു മസാലക്കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പാല് ചേർത്താണല്ലോ, അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യാം. ഓക്കെ, താങ്ക് യു.